കുഞ്ഞുമിടുക്കി ആരുടെ കുട്ടിയാണെന്ന് മനസ്സിലായോ? നമ്മുടെ സ്വന്തം ഗുൽസൂട്ടിയാണ് ഇതിൽ ഇഷാനി. നമ്മുടെ പാലക്കാട് റിപ്പോർട്ടർ അരുൺ ആലത്തൂരിന്റെ ആദ്യ കൺമണിയാണ്. അപ്പോ അരുണിന്റെ വൈഫ് ഭയങ്കര അർജന്റീന ആരാധികയാണ് കേട്ടോ. അപ്പോ അരുണിന്റെ വൈഫിന്റെ പണിയാണ് നമ്മുടെ ഗുൽസൂട്ടിനെ ഇങ്ങനെ അണിയിച്ചൊക്കെ ഒരുക്കി ഒരു റീൽസിൽ താരമാക്കുക എന്നുള്ളത്. എന്തായാലും നമുക്കിനി അധികം സമയം വൈകിപ്പിക്കേണ്ടായിട്ട് നോക്കാം. ഈ കളിയിലെ നായകൻ ആരാകും, വില്ലൻ ആരാകും, അതിലേക്കാണ് നമ്മൾ ഉറ്റുനോക്കാൻ പോകുന്നത്. ആരാരെ പൂട്ടും? അനുപേട്ടാ, നമുക്ക് നോക്കിയാലോ? തീർച്ചയായിട്ടും. വില്ലനോ നായകനോ? എനിക്ക് തോന്നുന്നു മെസ്സിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി സ്പെയിന്റെ ലപ്പോർട്ട ആവും. കളിക്കാരെ പെട്ടെന്ന് വിലയിരുത്തിയാലോ? തീർച്ചയായും പെട്ടെന്ന് വിലയിരുത്താം. 8 ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാമതാണ്. ഇപ്പൊ ഒന്നാമതല്ല, ഇപ്പൊ രണ്ടാമതാണ്. ഒന്നാമത് എംബാപ്പയാണ്. സോ നമ്മൾ ട്രിപ്പിൾ അടിച്ച് ഹാട്രിക് അടിച്ച് മുന്നിൽ എത്താനാണ് മെസ്സി ഈ കളി ശ്രമിക്കേണ്ടത്. മികച്ച ടോപ്പ് സ്കോററാണ് അത് തീർച്ചയായും മെസ്സി തന്നെയാണ്. ക്രിയേറ്റീവ് കിങ് നമ്മൾ കഴിഞ്ഞ കളി കണ്ടതാണ്. അതെ, വിങ്ങുകൾ മാറി എത്രയും വേഗം ഗോൾ അടിക്കുക എന്നുള്ളതാണ്. ആകെ 4 അസിസ്റ്റുകളാണ് നിലവിലുള്ള. എംബാപ്പയ്ക്കും 4 അസിസ്റ്റ് തന്നെയാണ്. ഒപ്പം അസാധാരണമായ വേഗത. മിന്നൽ മുരളി, മിന്നൽ മെസ്സി, കൃത്യതയുള്ള പാസുകൾ, ഫ്രീ കിക്കുകൾ, ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഡ്രിബിളിംഗ് ആണ് നിങ്ങളെ മെസ്സിക്കുള്ളത് കേട്ടോ. കളിയുടെ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള അപാരമായ കഴിവ് മെസ്സിക്കുണ്ട്. അശ്വതി, നമ്മൾ ഡ്രിബിളിംഗിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ സ്പെയിനെതിരെ ആവശ്യം വരുന്നതും ഈ ഡ്രിബിളിംഗ് തന്നെയാണ്. ഗോൾ അടിക്കാൻ വേണ്ടി മെസ്സിക്ക് ആവശ്യം വരുന്നത് ഈ ഡ്രിബിളിംഗ് തന്നെയാണ്. ആയിരിക്കും ചേട്ടാ. മെസ്സി ഡ്രിബിളിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ മെസ്സിയുടെ ഈ വേൾഡ് കപ്പിൽ കാണുന്ന മെസ്സി അത് ഡ്രിബിൾ ചെയ്ത് എനിക്കത് കഴിഞ്ഞ മത്സരത്തിലാണ് 9 ഡ്രിബിളിംഗ് അങ്ങോട്ട് നടത്തി, മറ്റേ ഇവർക്ക് ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരത്തിൽ. പക്ഷെ മെസ്സി കഴിഞ്ഞ ഓരോ മത്സരം ചെല്ലുന്നതും വ്യത്യസ്തമായ, ഇപ്പം ക്വാർട്ടറിലും സെമിയിലും ഒക്കെ അദ്ദേഹം ഗോൾ അവസരങ്ങൾ ഉണ്ടാക്കും. ഇപ്പം ആദ്യത്തെ ഒരു 70-80 മിനിറ്റ് വരെ മെസ്സിയെ പൂട്ടെടുത്ത് പിന്നെ അദ്ദേഹം പൂട്ട് പൊളിക്കുന്നു. അദ്ദേഹം ഒരു ഗോൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്ലെയറായിട്ടാണ് കഴിഞ്ഞ മത്സരങ്ങൾ മാറിയത്. ഇന്നും ഒരു പക്ഷേ മെസ്സി വേറൊരു സ്റ്റൈലായിരിക്കും, ഒരു പക്ഷേ മെസ്സി ആ റോളിലായിരിക്കും മെസ്സിയെ സ്കലോണി പ്രദർശിക്കാം. ദൗത്യം 2ാം ലോകകപ്പ് കിരീടമുണ്ട്. ആക്രമിക്കാൻ മെസ്സിക്ക് 2ാം ലോകകപ്പ് കിരീടം, അർജന്റീനയ്ക്ക് 4ാമത്തെ ലോകകപ്പ് കിരീടം. മെസ്സി വേറൊരു റെക്കോർഡിലേക്ക് കിടക്കും. അറിയാം എന്താണ്? 3 ലോകകപ്പ് ഫൈനൽ കളിക്കുന്ന 2ാമത്തെ താരമാണ് മെസ്സി. ഇതിനുമ്പ് ബ്രസീലിലെ കഫുവാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. എമറിക് ലപ്പോർട്ട സ്പെയിൻ പ്രതിരോധത്തിന്റെ നെടുന്തൂണെന്ന് പറയുമ്പോൾ സ്പെയിന്റെ സെന്റർ ബാക്കിൽ പ്രധാനി. ബോക്സിനുള്ള മികച്ച പൊസിഷനിങ് അദ്ദേഹത്തിന് വലിയ തുണയാകും. കൃത്യമായ ടാക്ലിംഗ്, ഹെഡറിലൂടെയുള്ള ഗോൾ അവസരങ്ങൾ സൃഷ്ടിക്കൽ, അറ്റാക്കിംഗ് പാസുകളിൽ മുന്നിലാണ് ലപ്പോർട്ടെ. അതുപോലെ ഡിബാൽസയോടൊപ്പം ഇരട്ട ശക്തിയാണ് ലപ്പോർട്ടയ്ക്ക്. ദൗത്യം എന്താണ്? മെസ്സിയെ പൂട്ടുക, മെസ്സിക്ക് പന്ത് ലഭിക്കുന്ന ഇടവേളകൾ കുറയ്ക്കുക, ബോക്സിന് പുറത്തു നിന്നുള്ള മെസ്സിയുടെ അപകടകരമായ ഷോട്ടുകൾ തടുക്കുക. ശരിക്കും ഒരു വാളായിട്ട് നിൽക്കുന്ന ആളാണ് ശരിക്കും ലപ്പോർട്ടയും കുബാർസി. ഈ ലപ്പോർട്ടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്നറിയോ? ലപ്പോർട്ട ഒരു 21 വയസ്സ് വരെ ഫ്രഞ്ച് ടീമിൽ കളിച്ചിരുന്ന ഒരു പ്ലെയറാണ്. ഫ്രണ്ട് അണ്ടർ-19 ടീമിന്റെ ഫ്രഞ്ച് യൂത്ത് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ഒരുപക്ഷെ ഫ്രഞ്ച് ടീമിൽ ഇടം പിടിക്കില്ല എന്നുള്ളൊരു ഇതിലാണ് ഒരുപക്ഷെ ലപ്പോർട്ട ഇപ്പുറത്തോട്ട് മാറും, സ്പെയിനിലോട്ട് വരുന്നത്. സ്പെയിന് കിട്ടാതെ പോയൊരു കനിയെന്നാണ് പറയാം. പക്ഷേ ലപ്പോർട്ട നമുക്ക് അടുത്ത കാർഡ് പ്ലേ ചെയ്യാം. അടുത്തത് ആരൊക്കെ തമ്മിൽ? എൻസോ ഫെർണാണ്ടസ് വേഴ്സസ് റോഡ്രി. The ferocious competitor versus the Spain brain. എന്താണ് നിതീഷേട്ട, അനുപേട്ട, എൻസോ ഫെർണാണ്ടസ്? പറയേണ്ടതില്ല, പന്ത് പിടിച്ചെടുക്കുന്ന വേട്ടക്കാരനാണ്. രക്ഷയില്ല കേട്ടോ. എത്രയും വേഗം പന്ത് പിടിച്ചെടുക്കുക, അവരുടെ കൗണ്ടറിന് വേണ്ടി സഹായിക്കുക, നിർണായകമായ നിമിഷങ്ങളിൽ ഗോൾ നേടാനുള്ള ക്ലച്ച് പ്രകൃതം. അതെ, മധ്യനിരയിൽ ബോക്സ് ടു ബോക്സ് കളിക്കാരനാണ്. സ്ട്രൈക്കർമാർക്ക് ലോങ് പാസുകൾ നൽകി കളി തിരിക്കാൻ ലോങ് റേഞ്ചർ വഴി ഗോൾ അടിക്കാൻ കഴിഞ്ഞ കളി നമ്മൾ കണ്ടതാണ്. ഒപ്പം ഞാൻ നേരത്തെ ഇത് വേട്ടക്കാരനൊപ്പം നമ്മൾ സൂചിപ്പിച്ചതാണ്. അതായത് കളി നമ്മൾ പെട്ടെന്ന് അധിക വേഗത്തിൽ കളി തിരിക്കാൻ സാധിക്കുന്ന രീതി. 43 ഫോഴ്സ് ടേൺഓവേഴ്സ് ആണ്. 40 തവണ പന്ത് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ശരിയൊരു സംഖ്യയാണോ? അല്ല, മാച്ച് വിന്നർ ആണ്. മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം 2022 സ്വന്തമാക്കിയിട്ടുണ്ട്. ദൗത്യം റോഡ്രിക്ക് മേൽ അഗ്രസീവ് പ്രസിംഗ് ആകും അല്ലേ? നിരന്തരമായ പ്രസിംഗ് ആവശ്യകതയാണ് ഈ സ്പെയിനിന്റെ റോഡ്രിക്കെതിരെ. അത് ഫെർണാണ്ടസ് തന്നെ നോക്കേണ്ടതുണ്ട്. റോഡ്രിക്ക് തിരിയാൻ പോലും സമയം നൽകാതെ സമർത്ഥരാക്കുക, അതിവേഗ കൗണ്ടർ ലോഞ്ചുകൾ, ലോങ് പാസുകൾ നൽകുക. പക്ഷേ വേറെ കാര്യമുണ്ട്. എൻസോ ഫെർണാണ്ടസ് ഒരു പക്ഷേ ചെൽസിയിൽ ഇങ്ങനെ ഒഴുകി പറന്ന് നടക്കുന്ന ഒരു കളിയാണ് ചെൽസിയുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റേ അർജന്റീനൻ ടീമിൽ കളിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു വേഗത കുറഞ്ഞിട്ടുണ്ട്, ഒരു വേഗത കുറവുണ്ട്. കാരണം ചെൽസി ക്ലബ് ഫുട്ബോളിൽ കുറച്ച് ക്ലബിന് വേണ്ടി കളിക്കുമ്പോൾ കുറച്ചൊരു വേഗത കളിക്കുക. പക്ഷെ ആ വേഗതയ്ക്ക് സ്കലോണിയുടെ തന്ത്രങ്ങൾ അനുസരിച്ച് ഒരു
വേഗത കുറഞ്ഞ ദിവസം ബാക്കിൽ നിന്നും പന്തിൽ നിന്നും പുറയിലോട്ട് ഇറങ്ങി കളിക്കേണ്ട ഒരു റോള് എൻസോയ്ക്കുണ്ട്. ഈ ലോകകപ്പിൽ എൻസോ ഫോമിലാകത്തായിരുന്നു അർജന്റീനയുടെ തലവേദന. പക്ഷേ ക്വാർട്ടർ മുതൽ എൻസോ മിന്നുന്ന ഫോമിലാണ്. റോദ്രി ഇല്ലേ, സ്പെയിൻ ബ്രെയിൻ പറയാനുണ്ടോ? തലച്ചോറ് അത് നമ്മളെ റോഡ്രി ആണെന്ന് പറഞ്ഞോട്ടെ. ഈ ലോകകപ്പിൽ ഒരു പക്ഷേ മെസ്സിയും റോദ്രിയും തമ്മിലായിരിക്കും ഒരു പക്ഷേ മികച്ച ഒരു ഗോൾഡൻ ബോളുള്ള മത്സരം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മെസ്സിയും റോദ്രിയും തമ്മിലായിരിക്കും. ഗോൾഡൻ ബോൾ ആർക്കാന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അത് കളി കഴിഞ്ഞ ശേഷം പ്രഖ്യാപിക്കത്തുള്ളൂ. പക്ഷേ ഫൈനലിന് മുമ്പ് തന്നെ തീരുമാനമായിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് അറിയാനുള്ള റോദ്രിക്കാണോ മെസ്സിക്കാണോ എന്നാണ്. രണ്ട് ക്യാപ്റ്റന്മാരാണ്. അതെ, അത് ശരിയാണ്. ടൂർണമെന്റിലെ മികച്ച പാസറാണ് റോഡ്രി. നോക്കൂ, 648 പാസുകൾ, 93% കൃത്യതയോടുകൂടി. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ പാസുകൾ കൊടുത്തിട്ടുള്ള ഒരു പ്ലെയർ, ഈ ഫൈനൽ കളിക്കുന്ന ടീമുകളിൽ ഏറ്റവും കൂടുതൽ പാസ് കൊടുത്തുള്ള റോദ്രിയാണ്. രണ്ടാമത് പാസുകൾ. സ്പെയിൻ തന്നെ പാസിന് വേണ്ടി പേര് കേട്ടതാണ്. റോദ്രിയെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. റോഡ്രി തന്നെ 2024 ബലണ്ടിയർ ജേതാവാണ്. എനിക്ക് റോഡ്രി തന്നെ റോഡ്രിയുടെ പാസുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് ഇത്തവണ മാറ്റി എഴുതിയിട്ടുണ്ട്. 640 പാസുകൾ ഫിഫ പവർ റാങ്കിങ്ങിൽ പ്രതിരോധത്തിൽ ഒന്നാമനാണ്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ദൂരമോടിയ താരം. നോക്കൂ, 83,802 മീറ്റർ ഓടിയെത്തണം മെസ്സി. എതിരാളികളുടെ പാസുകൾ മുൻകൂട്ടി അറിയും. കളി നേരത്തെ പ്രവചിക്കാനുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. കളിയിലെ ടാക്ടിക്കൽ അവബോധം തുണയാകും. കളിയിലെ താളം നിയന്ത്രിക്കും. അർജന്റീനയുടെ ആ കളിയുടെ ടെമ്പോ നിയന്ത്രിക്കാനുള്ള സാധ്യതയുണ്ട്. ആധിപത്യം ചെലുത്തുന്ന റോഡ്രി തന്നെയാണ്. ഇനി മെസ്സിയോ അല്ലെങ്കിൽ മെസ്സി പടയോ കൗണ്ടർ അറ്റാക്കുകൾ നടത്തിയാൽ അത് മധ്യനിരയിൽ മുറിക്കാൻ റോഡ്രി ഉണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട. മെസ്സിന് ദൗത്യം എന്താണ്? മെസ്സിയിലേക്കുള്ള സപ്ലൈ ലൈൻ മുറിക്കുക, ഗോൾ അല്ലെങ്കിൽ പന്ത് കിട്ടാനുള്ള സപ്ലൈ ലൈൻ മുറിക്കുക എന്നതായിരിക്കും അല്ലേ? പാസുകളെല്ലാം ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും. പക്ഷേ റോദ്രിക്ക് എല്ലാ കളിയിലും പോലെ ആയിരിക്കില്ല ഒരു ഇന്നത്തെ റോള്. പക്ഷേ ഉറപ്പാണോ? സ്പെയിൻ്റെ കളി എന്ന് പറഞ്ഞാൽ ചില മത്സരങ്ങൾ ഇപ്പം നമ്മൾ പ്രീ ക്വാർട്ടർ വരെയുള്ള മത്സരങ്ങൾ സ്പെയിൻ്റെ പാസുകൾ നീളൻ പാസുകളാണ്. പക്ഷേ ഇന്നത്തെ കഴിഞ്ഞ മത്സരങ്ങൾ സ്പെയിന് കുറുകെയുള്ള പാസ്, അതായത് സ്പെയിൻ കളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തോന്നും ഗ്രൗണ്ടിൽ നീളക്കുള്ള വീതി കുറവാന്ന് തോന്നും. പക്ഷെ കഴിഞ്ഞ മത്സരങ്ങൾ സ്പെയിൻ അങ്ങനെയും കളിക്കേണ്ടി വന്നു. ഒരു പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് സ്പെയിൻ്റെ കളി മുൻകൂട്ടി കളിക്കാൻ പറ്റുന്നതാണ്. അർജന്റീനയുടെ രണ്ടും അറിയാവുന്ന ശൈലികളാണ്. പക്ഷെ ഇന്ന് സ്പെയിൻ എങ്ങനെ കളിക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഗ്രൗണ്ടിന്റെ വീതി കണക്കിലെടുക്കുമ്പോൾ നീളമാണ് കണക്കിലെടുത്ത് കണ്ടറിയണം. ഇനി കൗണ്ടർ അറ്റാക്കുകൾ മധ്യനിര മുറിക്കും എന്ന് പറഞ്ഞാൽ ദൗത്യം മെസ്സിയിലേക്കുള്ള സപ്ലൈ ലൈൻ മുറിക്കും. പൊസഷൻ ഗെയിം പറ്റാനുള്ള സാധ്യതയുണ്ട്. ആക്രമിക്കാനുള്ള അവസരങ്ങൾ തടുക്കും. കളി സ്ലോ ഡൗൺ ചെയ്യുക. കളി അവരെ കയ്യിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് റോദ്രി ചെയ്യുന്നത്. അർജന്റീനയും താളം തെറ്റിക്കുക. അപ്പൊ എൻസോ ഫെർണാണ്ടസ് വേഴ്സസ് റോഡ്രി എന്ന രീതിയിലേക്ക് കളി മാറുമോ എന്താണ്? കൺഫ്യൂഷൻ ആണല്ലോ ഇന്ന് മുഴുവൻ. അർജന്റീന മനസ്സിപ്പോഴും ആ ലോകകപ്പിലാണ്. ഇന്നത്തെ ഫൈനൽ കളിക്കാൻ വരുമ്പോൾ സമ്മർദ്ദമില്ല കളിക്കാൻ ഇറങ്ങുന്ന ടീം അർജന്റീന. അർജന്റീന അങ്ങനെ കപ്പ് ഫേവറേറ്റുകളായിട്ടൊന്നും ഈ ലോകകപ്പ് കളിക്കാൻ എത്തിയ ടീമല്ല. ആരും അർജന്റീന ഒരാളും അർജന്റീന കപ്പ് ഫേവറേറ്റുകളാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാവരും സ്പെയിനെ പറഞ്ഞു, പോർച്ചുഗൽ, അർജന്റീന കണക്ക് കൂട്ടിയതിലാണ്. അർജന്റീന ഈ ലോകകപ്പിന് മുമ്പ് ഒരു യൂറോപ്യൻ രാജ്യമായിട്ട് ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാതെ ഒരു സൗഹൃദ മത്സരം പോലും കളിച്ചിട്ട് 2 വർഷത്തോളമായി. അങ്ങനെ വന്ന ടീമാണ് അർജന്റീന. അപ്പൊ അർജന്റീന ആരും കണക്ക് കൂട്ടിയിട്ടില്ല. ലയണൽ മെസ്സിയെ പോലെ എഴുതിത്തല്ല. ലയണൽ മെസ്സി മേജർ സോക്കർ ലീഗാണ് എഴുതുന്നത്, യൂറോപ്യൻ ലീഗുകളൊന്നുമില്ല. മെസ്സി ഫോമില്ല. പക്ഷെ മെസ്സി അർജന്റീന ഒരു വിസ്മയമായി മാറിയിരിക്കുകയാണ് ശരിക്കും ലോകകപ്പിൽ. സ്പെയിൻ മറ്റൊരു വിസ്മയമാകുമോ? ആർക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ആർക്കെ അടുത്ത കാർഡ് പ്ലേ? ടാഗ്ലിയാഫിക്കോ വേഴ്സസ് ശ്രദ്ധിക്കണം, അപകടകാരിയായ വ്യക്തി. ഏത് നിമിഷവും ഗോളിന് വേണ്ടി ബോൾ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ. ഖത്തർ ലോകകപ്പിൽ 120 മിനിറ്റ് കളിച്ച താരമാണ്. ആ അനുഭവ സമ്പത്തോട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം അർജന്റീനയുടെ പ്രതിരോധ പൂട്ടിനൊപ്പം ഗോള്, അതായത് ഒരു കൗണ്ടറിന് വേണ്ടി ബോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരു മനുഷ്യനാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അർജന്റീനയുമായി 82 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു. വൻ പരിചയ സമ്പത്തുണ്ട്. 1-on-1 ഡിഫൻസിംഗ് ആണ് അദ്ദേഹം പയറ്റുക അല്ലേ? 1-on-1 ഡിഫൻസ്, ബോൾ പെട്ടെന്ന് പിടിച്ചെടുക്കുക, കൗണ്ടറിന് കൊടുക്കുക, കൃത്യമായ സമയത്ത് സ്ലൈഡിംഗ് ടാക്ലിങ്ങുകൾ നടത്തുക. പൊസിഷനിങ് ആൻഡ് ടാക്ടിക്കൽ അവബോധം അത് ടാഗ്ലിയാഫിക്കയ്ക്ക് ഒപ്പമായിരിക്കും. ഖത്തർ ലോകകപ്പ് ഫൈനൽ 120 മിനിറ്റും കളിച്ച കൃത്യമായ തരണം കേട്ടോ. ദൗത്യം യമാലിന്റെ വേഗത തടുക്കുക. ക്ലോസ് ഡൗൺ ദ സ്പേസ്. അത് അർജന്റീനയ്ക്കുള്ള സ്പേസ് അടച്ച് പൂട്ടുക എന്നുള്ളത് കൃത്യമായി യമാലിനെ പൂട്ടുക എന്നുള്ളത് തന്നെ ആയിരിക്കും. തന്നല്ലേ? അനുപേട്ട അങ്ങനെ ആയിരിക്കോ? റൈറ്റ് വിങ്ങിലേക്ക് അങ്ങനെ ആയിരിക്കോ? യമാലിനെ പൂട്ടാൻ പറ്റുമോ?
യമാലിനെ പൂട്ടാനൊക്കെ പറ്റും. ഈ ലോകകപ്പിൽ യമാലിനെ പൂട്ടാൻ പറ്റും. കാരണം യമാല് അല്ല, യമാലിന്റെ നമ്മുടെ ടാഗ്ലിഫിക്കയുടെ പേര് പറയുമ്പോൾ സ്പെയിൻകാരുടെ കൈ ഉറക്കാൻ തുടങ്ങി. ഇത് ബോള് കൈ നിന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു യമാലിന്റെ ഇടത് കാലിലേക്കുള്ള കട്ടിനുകൾ ബ്ലോക്ക് ചെയ്യുക, റൈറ്റ് വിംഗിലേക്ക് ഒതുക്കുക. ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന സാധ്യത. പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നടക്കാൻ പോകുന്നത്. യമീൻ യമാൽ, അനൂപേട്ട, എങ്ങനെയാണ് നിങ്ങൾ ഈ 19 വയസ്സുള്ള ഈ കൊച്ചിനെ നോക്കി കാണുന്നത്? മെസ്സി എടുത്ത കൊച്ചാണ്. മെസ്സി എടുത്ത അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ പ്ലെയറും ഒരുപോലല്ലേ. നമ്മൾ ഈ കൃഷ്ണന്റെ കംസന്റെയും കഥ പറയില്ലേ, അതുപോലെ ആയിരിക്കുമോ? ലെമിൻ യമാലിനെ അർജന്റീന സ്പെയിനിലെ 11 പ്ലെയർമാർ താരത്ത് ഒരാൾ പോലെയുള്ളൂ ലെമിൻ യമാൽ. അത്ര ഇതൊന്നും ആയിട്ടില്ല. ലെമിൻ യമാൽ ഒരു പ്ലെയർ ആണ്, സംബന്ധിച്ചു. പക്ഷെ ലെമിൻ യമാൽ അസാമാന്യ പ്ലെയർ ആണ്. പക്ഷെ അർജന്റീന തോന്നുന്നത് യമാൽ ഗോൾ അടിക്കുമോ? അതെ, നോക്കാം. ദ അൺപ്രഡിക്റ്റബിൾ വിങ്ങർ ചോദിച്ചതിനുള്ള ഉത്തരം താരങ്ങൾ തന്നത് അൺപ്രഡിക്റ്റബിൾ വിങ്ങർ ആണ്. എന്ത് സംഭവിക്കാം? ദ കട്ടിംഗ് മാസ്റ്റർ, കീറി മുറിച്ച് എന്താന്ന് വെച്ചാൽ അവൻ മൈതാനത്ത് കാണിച്ചിരിക്കും. ഡിഫൻഡർമാരെ കബളിപ്പിക്കാം, ഫൗളുകൾ നേടാം. അവിടെ വീഴാനുള്ള സാധ്യത ഉണ്ട്. റൈറ്റ് വിംഗിൽ കൗണ്ടർ അറ്റാക്ക് നടത്തും. അസാധാരണമായ അതിനൊപ്പം വേഗത, മിന്നൽ വേഗത. അതായത് നമ്മൾ റൈറ്റ് വിംഗിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന യമാല് ക്രോസ് കൊടുത്താലും ഗോൾ അടിക്കാനുള്ള ഫിനിഷർ വേണ്ടേ? അത് സ്പെയിൻ എന്നും നേരിടുന്ന കണ്ടറിയണം. പക്ഷെ അതിനോട് ഞാൻ സമ്മതിക്കുന്നു. ഒരു ഫിനിഷർ ഇല്ല. വേഗത, ക്ലോസ് കൺട്രോൾ, എതിരാളികളെ വെട്ടിച്ച് മുന്നേറാനുള്ള യമാലിന്റെ കഴിവ്, കൃത്യതയാർന്ന പാസുകൾ, ലോങ് റേഞ്ച് ഷോട്ടുകളിലൂടെയുള്ള ഗോൾ. ദൗത്യം അർജന്റീനിയൻ പ്രതിരോധത്തിന് ഭീഷണിയാക്കുക, ടാഗ്ലിയോഫിക്കെ ഡ്രിബിളിംഗിലൂടെ മറികടക്കുക, അർജന്റീനയുടെ സെന്റർ ബാക്കുകളെ പ്രതിരോധത്തിലാക്കുക, കൃത്യമായ ഫൈനൽ പാസുകൾ. അതായത് ഗോൾ അടിക്കുന്നതിനപ്പുറം ഗോളിനുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാന്നായിരിക്കണം യമാൽ എന്ന് ശ്രദ്ധിക്കേണ്ടത്. കാര്യം അർജന്റീന പോലുള്ള ടീമിനെതിരെ കളിക്കുന്ന സമയത്ത് ഗോളിനേക്കാളും ഗോൾ നേടുക എന്ന ഒരു ലക്ഷ്യത്തിനേക്കാളും ഗോൾ ഉണ്ടാക്കാൻ വേണ്ടി ഒപ്പമുള്ള ടീമുകളെ സഹായിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് തന്നെയാണ്, നമുക്ക് അങ്ങനെ നോക്കിക്കാണാം. ഇനി അടുത്തത് ആരാണ്? അഞ്ജന. നമ്മുടെ അനൂപേട്ടിന് സ്പെയിനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരമാണ് കേട്ടോ, ക്യുബാസി. അതുകൊണ്ടാണോ? അല്ല, കുബാർസി ഈ ലോകകപ്പിന്റെ ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ഈ ലോകകപ്പിൽ എനിക്ക് ഈ ലോകകപ്പിൽ ഒരു മികച്ച യുവതാരമായിട്ട് എനിക്ക് തോന്നുന്നത് കുബാർസിയാണ്. പക്വതയോടുകൂടി കളിക്കുന്നത്. സെൻട്രൽ ബാക്കിന്റെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായ റോളാണ്. അപ്പൊ സെൻട്രൽ ഫോർവേഡിന്റെ ഗോൾ പോലെ തന്നെയാണ്. ഒരു സെൻട്രൽ ഫോർവേഡ് 5 ഗോൾ അടിക്കുന്ന പോലാണ് ഒരു ഗോൾ പോലും വീഴാതെ അവിടെ വലയ്ക്ക് മുന്നിൽ ഒരു കോട്ട കെട്ടി ഗോളിക്ക് സഹായകരമാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം. അൽവാരസ്, അർജന്റീനയുടെ ചടുലനായ സ്ട്രൈക്കർ, ഹൈ പ്രസിംഗ് ഗെയിമിന്റെ ഉസ്താദാണ്, ക്ലിനിക്കൽ ഫിനിഷിംഗ്, സ്പേസ് കണ്ടെത്തി മുന്നേറാനുള്ള ബുദ്ധിശക്തി അത് അൽവാരസിന് ദൈവം ആവോളം നൽകിയിട്ടുണ്ട്. ഡിഫൻഡർമാരെ സമ്മർദ്ദത്തിലാക്കും. ദൗത്യം ക്യുബാറോസിൻ നിരന്തരം പ്രസ് ചെയ്യുക, എതിരാളിക്ക് പന്ത് നൽകാതിരിക്കുക, അർജന്റീനയുടെ മുന്നേറ്റങ്ങൾക്ക് മൂർച്ച കൂട്ടുക, മെസ്സിയുടെ പ്രതിരോധ ചുമതല ഒഴിവാക്കുക. എനിക്കൊന്ന് മെസ്സിയെ ഫ്രീ ആയിട്ട് വിടിക്കുക എന്നുള്ളതായിരിക്കും. ഡിഫൻഡർമാരെ ഓടിച്ചു നിർത്തുക. അങ്ങനെയാണോ അൽവാരസ് ചെയ്യാൻ പോകുന്നത്? ആണോ? അൽവാരസ് എതിർ ടീമിന് സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ട്രൈക്കറാണ്. ഏത് നിമിഷവും അൽവാരസ് മെസ്സിയെ പോലെ തന്നെ എതിർ ടീമിന്റെ എതിർ ഡിഫൻസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ട്രൈക്കർ തന്നെയാണ് അൽവാരസ്. ഒരു ക്ലിനിക്കൽ ഫിനിഷറാണ് അൽവാരസ്, സംശയമില്ല. അത് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരട്ടെ. മുൻ അന്താരാഷ്ട്ര ഫുട്ബോൾ താരം ഷറഫ് അലി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രതീക്ഷകൾ ചോദിച്ചാലോ? തീർച്ചയായിട്ടും. ഗുഡ് ഈവനിങ് ഷറഫ് അലി. നമ്മളെല്ലാവരും ഒരു ആവേശകരമായ ഒരു രാത്രിയിലാണ്. നാളെ ഒരു മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്കറിയാം ആരാകും വിജയി എന്ന്. എന്താണ് സാധ്യതകൾ? എന്ത് സംഭവിക്കും ന്യൂജേഴ്സി? ഫുട്ബോളിന്റെ ചരിത്രം നമുക്കൊക്കെ അറിയാം. എന്നും എല്ലാവരുടെയും പ്രവചനങ്ങൾ തെറ്റിച്ച ചരിത്രം മാത്രമേ ഫുട്ബോളിനുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ പ്രവചനം എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പറയാനല്ലാതെ അതിന്റെ അപ്പുറം